ഇന്നിടുന്ന വീഡിയോ ഒരു പാചകത്തിൻ്റെ അല്ല, ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് ക്ലീൻ ചെയ്ത ശേഷം ഈ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ഇടും. രണ്ടും കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റില്ല, കാരണം വലിയ ലെങ്ത് ആയി പോകും വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഞണ്ട് ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞണ്ടിൻ്റെ വലിയ ഇതുപോലുള്ള കാലുകൾ ആദ്യം നമ്മൾ എടുക്കണം. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. രണ്ട് കാലുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ ഈ കാലുകളൊന്നും നമ്മൾ ഉപയോഗിക്കില്ല, കാരണം ഇത് ചെറിയ ഞണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ കാലുകൾ ഉപയോഗിക്കില്ല. ഇത് അങ്ങ് നമുക്ക് ഇതുപോലെ അങ്ങ് ഒടിച്ച് കളയാം. അതുപോലെ തന്നെ ഈ കാലുകളുടെ ഈ ഭാഗം ഇത്രയും ഇതുപോലെ അങ്ങ് വെട്ടിക്കളയാം. ഒരു കത്രിക, ഇതുപോലൊരു കത്രിക ഉപയോഗിച്ച്, മീൻ വെട്ടുന്ന കത്രിക ഉപയോഗിച്ച് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ഇതും ചെറിയ കാലായതുകൊണ്ട് വലിയ മാംസമൊന്നും കാണില്ല, എന്നാലും അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്ക് ഈ ഷെല്ല് നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായി ആദ്യം ഇതുപോലൊരു സാധനം ഇവിടെ ഉണ്ട് ഞണ്ടിൻ്റെ. അത് നമുക്ക് ഇങ്ങനെ തുറന്ന ശേഷം അതും അങ്ങ് അടുത്ത് കളയാം. അതിനുശേഷം അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണും. ആ ഗ്യാപ്പിലൂടെ നമുക്കിങ്ങനെ നമ്മുടെ തള്ള വിരലിങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ഞണ്ട് ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ഷെല്ല് നമുക്കങ്ങ് കളയാം. അതുപോലെ അതിനുശേഷം ഈ ഞണ്ടിൻ്റെ ഇവിടെ പൂ പോലുള്ള ചെറിയ സാധനങ്ങൾ കാണും. അതെല്ലാം നമുക്ക് അങ്ങ് അടുത്ത് കളയണം. അതുപോലെ ഇവിടെ ചെറിയ കാലുകൾ പോലെയൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ എടുക്കില്ല. ഇതെല്ലാം നമുക്കങ്ങ് അടർത്തി കളയാം. ഇനി ഈ ഞണ്ടിൻ്റെ ഇവിടെ ഈ ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ അഴുക്കുകളാണ്. ഇതെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്യണം നന്നായി. അതിനുശേഷം നന്നായി വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കണം. ഇവിടുത്തെ ഈ ചെളികൾ നന്നായി കളയണം, ഇല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ചെന്നാൽ നമ്മുടെ വയറിനൊക്കെ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അത് നന്നായി പോകണം. ടാപ്പ് ഇതുപോലെ തുറന്ന് തന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകണം. അപ്പോൾ ഈ ഷെല്ലിൻ്റെ അകത്താണ് ഇതിൻ്റെ മാംസം ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഇത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് നന്നായി ക്ലീൻ ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി കറി വയ്ക്കുന്നത് വരെ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം കുറച്ച് ഉപ്പിട്ട് ആ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം നമ്മൾ ഇട്ട് വെച്ചേക്കണം. അതുപോലെ തന്നെ ഈ കാലിൻ്റെ ഈ രണ്ട് കൂർത്ത ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ അങ്ങ് വെട്ടിക്കളയാം. അതിനുശേഷം ഇത് രണ്ടായി മുറിച്ച് അതുപോലെ ഇവിടെ ഇങ്ങനെ മുള്ളു പോലുള്ള ഭാഗങ്ങൾ കാണും ഈ കാലിൻ്റെ സൈഡിലൊക്കെ. അതൊക്കെ നമുക്ക് ഈ കത്രിക ഉപയോഗിച്ച് അങ്ങ് വെട്ടിക്കളയാം. കാരണം ഈ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവരുടെ വായിലൊക്കെ അത് കൊള്ളും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് കത്രിക ഉപയോഗിച്ച് വെട്ടിക്കളയാം. പിന്നെ ഈ ഷെല്ല് നമ്മൾ ഇങ്ങനെ ഈ കാലിൻ്റെ ഷെല്ല് ഇതുപോലെ ചെറുതായി ഈ കത്രിക കൊണ്ട്
ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ കറി വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ആ മാംസത്തിനകത്തേക്ക് ഇറങ്ങും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. ചെറിയ വിടവ് പോലെ വരും ആ ഷെല്ല്. ഇതുപോലെ 2 കാല് നമുക്ക് അതുപോലെ ഈ കൂർത്ത ഭാഗം അങ്ങ് വെട്ടിക്കളയാം ആദ്യം. അതിനുശേഷം ഇതുപോലെ സൈഡിലൊക്കെ ഉള്ളുപോലുള്ള ഭാഗങ്ങൾ ഇതുപോലെ കത്രിക വെച്ച് വെട്ടിക്കളയാം. എന്നിട്ട് ഇത് ഈ കാല് 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഷെല്ല് പൊട്ടിക്കാനും എളുപ്പമായിരിക്കും, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ. ഇനി അടുത്ത ഞണ്ട് ഞാൻ ഒരു ഞണ്ട് കൂടെ ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കാലുകൾ നമുക്ക് റിമൂവ് ചെയ്യാം. ഈ 2 കാല് നമുക്കങ്ങ് കളയാം. ഇത് ഞാൻ ജീവനോടുകൂടി തന്നെ മേടിച്ച ഞണ്ടാണ്. പിന്നെ ഞാൻ കൊണ്ടുവന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചു. അപ്പോഴത്തേക്ക് അത് ചത്തു. പിന്നെ നമ്മൾ ജീവനോടുകൂടി തന്നെ വെട്ടാൻ നോക്കിയാൽ അത് അതിൻ്റെ കാല് കൊണ്ട് ചിലപ്പോൾ ഇറക്കും. ഇനിയിപ്പോൾ കാലുകളൊക്കെ ഞാൻ മാറ്റി. ഇനി ഇതുപോലെ ഈ ഭാഗം പൊളിച്ച് കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഈ ഷെല്ല് ഇളക്കിയെടുക്കാം. ചില ഞണ്ടിൽ നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ മഞ്ഞ കളറിൽ അതിൻ്റെ മുട്ട കാണും. അത് എടുക്കുന്നത് നല്ലതാണ്, കാരണം അത് കറിയിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഈ ഞണ്ടിനൊന്നും അതില്ല. അതിന് ശേഷം ഇതിൻ്റെ ഈ പൂവുകൾ നമുക്കതിൽ നിന്ന് അങ്ങ് അടർത്തി കളയാം. ഇത് നന്നായി കഴുകണം. ഇനി ഇത് നമുക്ക് 2ആയി വെട്ടി ഉപ്പ് വെള്ളത്തിലേക്കിടാം. ഇനി അതിൻ്റെ ഈ വലിയ കാലുകൾ, സൈഡിലുള്ള ഈ ചെറിയ മുള്ളു പോലുള്ള എല്ലെല്ലാം ഇതുപോലെ വെട്ടിക്കളയണം. അതുപോലെ ഈ കൂർത്ത ഭാഗവും. ഇനി ഈ കാല് 2ആയിട്ട് ചില ഞണ്ടിൽ ഒരുപാട് മണ്ണുണ്ടാവും. അപ്പം നന്നായി ഞണ്ട് ആദ്യം കഴുകിയെടുത്ത ശേഷം വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഉള്ളിലൊക്കെ നന്നായി മണ്ണ് കാണും. അപ്പോൾ ഇതുപോലാണ് ഞണ്ട് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഈ ക്ലീൻ ചെയ്ത 2 ഞണ്ടും
ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. ബാക്കി ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഇനിയൊരു വീഡിയോ ഇടാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞണ്ട് റോസ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.